എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ മാതൃസ്നേഹം, പിതൃസ്നേഹം എന്നതിനെക്കുറിച്ചുള്ളൊരു കുഞ്ഞു വീഡിയോ ആണ്. നമുക്കെല്ലാം അറിയുന്നൊരു വസ്തുതയാണ്, പലരും വിവാഹിതരായതിനു ശേഷം അവരുടെ ജോലി സ്ഥലങ്ങളിലായിരിക്കും താമസമാക്കുക. അത് നമ്മുടെ രാജ്യത്തായിരുന്നാലും പുറം രാജ്യത്തായിരുന്നാലും. ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ചെയ്യുന്നവർ എന്ന് പറയാൻ സാധിക്കുന്നത് കുടുംബത്തിൽ തന്നെ താമസിച്ച് അടുത്തുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്ത് ഡെയിലി പോയി വരാനുള്ള സൗകര്യമുള്ളവർ. ദേ ആർ വെരി ലക്കി. കാരണം കുടുംബത്തിൽ മാതാപിതാക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും കണ്ടേക്കാം. എന്നാൽ അവിടെ നിന്ന് അകലങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രധാനമായി ഇവർക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ തന്നെയും ആ ഒരു അമ്മയുടെ സ്നേഹം കുഞ്ഞിന് കിട്ടുകയോ ആ കുഞ്ഞിന് അമ്മയുടെ സ്നേഹം കിട്ടുകയോ ചെയ്യുന്നില്ല. കാരണം അവരുടെ ജോലി അങ്ങനെയായിരിക്കും. ജനറലി ഡേ ടൈം ജോലിയാണ്. ഇതിൽ പുറം രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക്, പ്രത്യേകിച്ച് UK, USA അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്നവർ ഒരു കെയർ ഗീവറെ ഏൽപ്പിച്ച്, ഒരു ബേബി സിറ്ററെ ഏൽപ്പിച്ച് അവർക്ക് ജോലിക്ക് പോകേണ്ടി വന്നാൽ ഒരു ഹ്യൂജ് എമൗണ്ട് അവർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അതിന് പലരും ചെയ്യുന്നത്, ആരെങ്കിലും ഒരാൾ വീട്ടിൽ കുഞ്ഞുങ്ങളെ നോക്കാനായി വീട്ടിൽ തന്നെ കാണും. അവർ ആരെയും ഹയർ ചെയ്യാൻ ശ്രമിക്കില്ല. അത് ഏറ്റവും പ്രധാനം. അവിടേക്ക് ഹയർ ചെയ്യുന്ന ആരാണ്, അത് ഇന്ത്യൻസ് തന്നെ ആകണമെന്നില്ല, മറ്റാരെങ്കിലുമെങ്കിലും. അപ്പോൾ അവർ വിചാരിക്കുന്ന കയറാ കുട്ടിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിൻ്റെ സുരക്ഷിതയ്ക്കായി അവർ വീട്ടിൽ തന്നെ ഐദർ ഹസ്ബൻഡ് ഓർ വൈഫ് വീട്ടിലുണ്ടാകും കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യാൻ. ഇനി അത് സാധാരണ നടക്കുന്നൊരു റൊട്ടീൻ തിങ്സാണ്. ഇനി നമ്മുടെ നാട്ടിലെടുത്ത കേരളത്തിൻ്റെ കഥ തന്നെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കേരളത്തിൽ തന്നെ ഈ സ്വന്തം സ്ഥലത്ത് ജോലി ഉണ്ടാകാറില്ല. പല മേഖലകളിലാണ്, പല സ്ഥലങ്ങളിലായിരിക്കും. ഇവർക്ക് സംഭവിക്കുന്ന വളരെ ബുദ്ധിമുട്ടുള്ള കാരണം, ഇവർ ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഈ മോണ്ടിസോറി എന്നുള്ള കൊച്ചു അങ്ങനെയുള്ള സ്ഥാപനങ്ങളിലാണ്. രാവിലെ ഈ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ഇങ്ങനെയുള്ള മോണ്ടിസോറി സ്ഥാപനങ്ങളിലാക്കും. വൈകുന്നേരം അവർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികളെ കളക്ട് ചെയ്ത് വീട്ടിലേക്ക് വരുന്നു. വളരെ ബുദ്ധിമുട്ടുള്ള കാര്യം, ഈ അമ്മയ്ക്ക് ആ കുഞ്ഞിന് വേണ്ട ഒരു പക്ഷേ മുലയൂട്ടാൻ പോലും സാധിക്കാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാകുക. ഒപ്പം ആ കുഞ്ഞിന് അമ്മയുടെ ആ ചൂടറിയാനോ, അമ്മയ്ക്ക് ആ കുഞ്ഞിൻ്റെ സ്നേഹം, അതിൻ്റെ ഇതൊക്കെ ഏറ്റുവാങ്ങാനൊന്നും സാധിക്കാതെ വരാറുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ അമ്മയ്ക്ക് മാനസികമായി മിക്കവാറും അസ്വസ്ഥതകൾ ഉണ്ടായിക്കൂടുന്നില്ല. ബട്ട് വേറെ നിവൃത്തിയില്ല. എന്നാൽ ഒരു വലിയൊരു കാര്യം, അനുഗ്രഹമുള്ളത്, ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ കേരളത്തിൽ നല്ല രീതിയിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി നടത്തുന്ന പല മോണ്ടിസോറികളുണ്ട്. അവിടെ നല്ല രീതിയിൽ വളരെ ഹൈജീനിക്കായിട്ടും വളരെ വെടിപ്പായിട്ട് ഒരു ഇൻ്റർനാഷണൽ സ്റ്റൈലിൽ തന്നെ നടത്തുന്ന പല സ്ഥാപനങ്ങൾ. അതുകൊണ്ട് മാത്രമാണ് ഇവർക്കൊരു ആശ്വാസം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോൾ തന്നെ നമുക്കൊരു ബേബി സിറ്ററെ വീട്ടിൽ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും അവരെങ്ങനെയാണ് ആ കുട്ടികളെ ട്രീറ്റ് ചെയ്തതെന്ന് പുറത്ത് പറയാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. അങ്ങനെ പല കംപ്ലയിൻസും ഉണ്ടായിട്ടുണ്ട്. സോ ആൾക്കാരിപ്പോൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അവർക്ക് ഐ തിങ്ക് ഒരു 3-4 മാസം മുതൽ തന്നെ ഈ കുട്ടികളെ ടേക്ക് കെയർ ചെയ്യാൻ മോണ്ടിസോറികൾക്ക് ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കേണ്ട ആ ഒരു ഫെസിലിറ്റീസും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം ഈ IT മേഖലകൾക്ക് സമീപം അങ്ങനെയുള്ള ഒത്തിരി സ്കൂളും ഒരു ബ്രാൻഡഡ് സ്കൂളുകൾ അവരുടെ പല ഫ്രാഞ്ചൈസികളും അങ്ങിങ്ങായിട്ട് നടത്തുന്നുണ്ട്. അത് വളരെ ആശാവഹവും വളരെ ഗുണകരവുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട്
ഒന്ന് സമാധാനിക്കാം. എന്നാൽ ഇതിൻ്റെ മറ്റൊരു ഭാഗമുണ്ട്. ഈ പേരൻസിന് ഈ കുട്ടികൾക്കും ആകെ കിട്ടുന്നത് ആ വീക്കെൻഡ് മാത്രം, ആ ഒരു സമയം മാത്രമാണ് ഇവർക്ക് തൻ്റെ കുഞ്ഞുങ്ങളുടെ ആ കളികളും ചിരിയും ഒക്കെ കാണാൻ കിട്ടുന്നൊരു സമയം. തള്ളയായിരുന്നാലും തന്തയായിരുന്നു. ഇതിനെക്കുറിച്ച് എത്ര പേർ ചിന്തിക്കുന്നു? നമ്മുടെ മുന്നിൽ നല്ല ശമ്പളം, എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ രീതിയിൽ ഒരു മാനസികമായിട്ടുള്ള ചെറിയൊരു വേദന ഇവർക്ക് എപ്പോഴും ഇവരുടെ മനസ്സിൽ തങ്ങി നിൽക്കും. ഈ കുഞ്ഞ് വളരുന്നതും ഒക്കെ ആണെങ്കിൽ അവരുടെ മാക്സിമം ടൈം മറ്റൊരു തലങ്ങളിലാണ്, മറ്റൊരു സ്ഥലത്താണ്. അവർ ഒത്തിരി സമയം കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ കുഞ്ഞുങ്ങൾ ഫ്രീ ആയിട്ട് അവരുടെ മൂവ്മെൻറ്റ്സ് നടത്താൻ സാധിക്കുള്ളൂ. അതുവരെയും ആ പേരൻസിനുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. സോ നമുക്കതിൽ ആർക്കും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. അതങ്ങനെ ആകത്തുള്ളൂ, ആ രീതിയിൽ ജീവിക്കാനും പറ്റുള്ളൂ. ഈ മാനസിക സമ്മർദ്ദങ്ങളൊക്കെ പലർക്കും ഉണ്ടാക്കും. പക്ഷെ അത് ഈസ് എ പാർട്ട് ഓഫ് ദ ലൈഫ്. ആരും അതിൽ അപ്സെറ്റ് ആകേണ്ട കാര്യമില്ല. ചില കുട്ടികൾക്ക് കിട്ടുന്ന കുഞ്ഞുങ്ങളെ ഇങ്ങനെ പിരിഞ്ഞിരിക്കുമ്പോൾ അവരുടെ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. നെവർ മൈൻഡ്, സഹിച്ചേ പറ്റൂ. ഇതൊക്കെ എല്ലാം ഇത് നമ്മൾ സഹിക്കേണ്ട ഒരു കാര്യങ്ങളാണ്. സോ ഈ വീഡിയോ വീക്ഷിക്കുന്നവരോടൊന്ന് പറയാനുള്ളത്, ജീവിതം എന്നുള്ളത് നമുക്ക് ഒരു ടേക്ക് ഇറ്റ് ഈസി ആയിട്ട് തന്നെ കാണണം. നമ്മളൊന്നും ഹാർഡ്ഷിപ്പായിട്ട് കാണരുത്. അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിന് ഒത്തിരി ബുദ്ധിമുട്ടുകൾ കാണും. ഇവിടെ ഏറ്റവും ഒരു ചില വീട്ടുകളിൽ കുഞ്ഞുങ്ങൾ ഡെലിവറി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഡെലിവറി കുഞ്ഞിനെ വീട്ടിൽ പേരൻസ് ഉണ്ടാകും, അവർ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ പേരൻസ് ഇവരുടെ വീട്ടിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെയുള്ള സൗകര്യം ഉണ്ടാക്കിയുള്ള പേരൻസിന് സൗകര്യം കാണില്ല. അവർ തറവാടും വിട്ട് വരാൻ അവർക്കും ബുദ്ധിമുട്ട് കാണും, അല്ലെങ്കിൽ അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്, അങ്ങനെ പലതും ഉണ്ടാകും. അപ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. അപ്പോൾ വിവാഹം കഴിച്ചവരും വിവാഹമാകാൻ പോകുന്നവരും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം. അതിനർത്ഥം വിവാഹം കഴിക്കേണ്ട, കുഞ്ഞുങ്ങളുണ്ടായാൽ നോക്കാൻ പറ്റും, അതൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കരുത്, അതൊരു തെറ്റായ ധാരണയാണ്. എനിവേ, എല്ലാവർക്കും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അതിന് ധൈര്യത്തോടെ ഫേസ് ചെയ്യുക. ജീവിതം എങ്കിലും ഒരു ട്രെൻഡ് ഉണ്ടാവുള്ളൂ. ഈ ഒരു കുഞ്ഞു വീഡിയോ എനിക്ക് ചെയ്യാൻ ഞാൻ നിർബന്ധനായത് എൻ്റെ പല സുഹൃത്തുക്കളും ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴും വിചാരിച്ചു ഒരു കുഞ്ഞു വീഡിയോ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ആർക്കെങ്കിലും ഇത് മൂലം ഒരു ടെൻഷൻ ഏതെങ്കിലും ഫാമിലീസ് ഉണ്ടെങ്കിൽ അതിന് ലൈറ്റായിട്ട് എടുക്കുക. ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ലൈഫ്. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു അനുഭവങ്ങളാണ്. ഇത് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നാലും പുറം രാജ്യങ്ങളാണ് ഈ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ അത് പരസ്പരം ആരും പറയാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കൾക്കും ഒന്ന് ഷെയർ ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിച്ചാലും. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.